മലയാറ്റൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദുഃഖവെള്ളിയാണ്. ആ ആചാരങ്ങൾ ഏത് തരത്തിലൊക്കെയാണ് അവിടെ നടക്കുന്നത്? മലയാറ്റൂരിലേക്ക് നമുക്കറിയാം നിരവധി ഇടങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഈ ദിവസം എത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിനൊപ്പം വിവിധ ബിഷപ്പുമാർ ഈ സമകാലിക രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച്, പ്രശ്നങ്ങളുമായി ചേർത്ത് വെച്ച് അവരുടെ ദുഃഖവെള്ളി സന്ദേശവും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണ്. ദുഃഖവെള്ളി, വലിയ വെള്ളി, വിശുദ്ധ വെള്ളി തുടങ്ങിയ പല പേരുകളിൽ അത്തരത്തിൽ ഈ ദിവസം എന്തായാലും ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാറ്റൂരടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മലയാറ്റൂർ മല കയറി ക്രിസ്തുദേവൻ അനുഭവിച്ച പീഡനാനുഭവങ്ങൾ, ഓർമ്മകൾ പുതുക്കി തന്നെ ആ വിശ്വാസ സമൂഹം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാബുൽത്താമലയിലൂടെ കുരിശുവേണ്ടി നടന്നു നീങ്ങിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് കുരിശിന്റെ വഴിയിലൂടെ ഇന്ന് വിശ്വാസി സമൂഹം. കാൽനടയായാണ് കുരിശുമേന്തി വിശ്വാസികൾ ഇങ്ങനെ മല കയറിക്കൊണ്ടേ ഇരിക്കുന്നത്. പുലർച്ചയോടെ തന്നെ ഈ അടിവാരവും കുരിശുമുടിയും അടക്കം ആളുകളെ കൊണ്ട് നിറഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങളുടെ സ്മരണയിൽ തീർത്ഥാടന പാതയിലെ 14 സ്ഥലങ്ങളിലായി അവരിങ്ങനെ മെഴുകുതിരി കത്തിക്കുകയും മറ്റ് പ്രാർത്ഥനകൾ നടത്തിയുമാണ് ഈ ഒരു തീർത്ഥാടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാറ്റൂരടക്കം ഇത്തരത്തിൽ കുരിശിന്റെ വഴി നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വലിയ മരക്കുരിശുകൾ അടക്കം ചുമന്നുകൊണ്ട് വരുന്ന തീർത്ഥാടക സംഘത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 10-12 പേര് മാത്രം എടുത്താൽ മാത്രം പോകാൻ കഴിയുന്ന പോലുള്ള വലിയ മരക്കുരിശുകളുമായി ഏന്തിയാണ് അവർ അത്രയും ദീർഘമായ കഠിനമായ ഒരു മലകയറ്റം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും പള്ളികളിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും അദ്ദേഹം അനുഭവിച്ച പീഡനാനുഭവങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടും സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുമുള്ള സംസാരങ്ങൾ തന്നെയാണ് ബിഷപ്പുമാരുടെ അടക്കമുള്ള ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും സിറോ മലബാർ സഭയും ലത്തീൻ സഭയും എന്ന് വേണ്ട അങ്ങനെ എല്ലാ സഭകളുടെയും നേതൃത്വത്തിൽ പലതരത്തിലുള്ള ശുശ്രൂഷകളും ആചാരങ്ങളും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേരളത്തിൽ ഈ കുരിശിന്റെ വഴി പ്രധാനപ്പെട്ട ഒരു ദുഃഖവെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുരിശിന്റെ വഴി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങനെ കുരിശിന്റെ വഴിയിലേക്ക് വിശ്വാസികൾ ഈ മലയാറ്റൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എന്തായാലും ഒഴുകിയെത്തുന്നത് തുടരുകയാണ്. ആസിഫ് മുഹമ്മദ് ആണ് മലയാറ്റൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.